ഹേ ഗായ്സ്, അപ്പോൾ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ്. ഒരു കോഫിയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇതാ എല്ലാവരും തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ആൻഡ് വി ആർ പ്ലാനിങ് ഫോർ എ ട്രക്കിംഗ്. സോ ദാ സുഞ്ജയ് ഫുൾ റെഡി ആയിരിക്കുകയാണ്. സോ ഗായ്സ്, ഞങ്ങളിതാ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും പോഞ്ചോ ഒക്കെ ഇട്ടിട്ടായിരുന്നു ഇറങ്ങിയത്. We are going for a trekking. We're going for her trekking. ആന്റി പോയി വാ. ഞങ്ങളുടെ ട്രക്കിങ്ങിനിടയിൽ ഗൈഡ് ഞങ്ങൾക്ക് ഒരു വെള്ളച്ചാട്ടം കാണിച്ചു തന്നു. എല്ലാവരും അത് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങളുടെ ട്രക്കിംഗ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഒരു കയറ്റമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് അവിടെ എത്താൻ ഭയങ്കര പണിയായിരുന്നു. ബട്ട് സ്റ്റിൽ എല്ലാവർക്കും ട്രക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ആ ഒരു ക്ലൈമറ്റിൽ നമ്മൾ നടക്കാൻ രാവിലെ തന്നെ ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫീലാണ്. ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര കാറ്റാണ്. ഇപ്പം നമ്മള് ട്രക്കിംഗ് ആയിരുന്നു. സോ ഓൾമോസ്റ്റ് എത്ര കിലോമീറ്റർ നടന്നുണ്ടോ സുഞ്ചെ? Almost 5 കിലോമീറ്റേഴ്സ് ആണ് പറഞ്ഞത്. നമുക്ക് ഇനി അതുപോലെ തന്നെ 5 കിലോമീറ്റേഴ്സ് കാടിന്റെ ഉള്ളിൽ കൂടെ അട്ടയൊക്കെ 2 പ്രാവശ്യം കടിച്ചു. ഞങ്ങളെത്തിയതാ ഞങ്ങൾ അവർ വെയിറ്റ് ചെയ്യായിരുന്നു. പാറക്കെട്ടിലൂടെ ആയതുകൊണ്ട് തന്നെ മഴ കാരണം വഴുക്കലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ചു വേണം ഇവിടെ വരുന്നവർ കയറാൻ. എക്സ്പീരിയൻസ് ഭയങ്കര പൊളിയാണ്. ഞങ്ങൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അവിടെ കുറച്ചുകൂടെ നല്ല വ്യൂ ആയിരിക്കും. അതായത് നമ്മളിങ്ങനെ ഈ പുല്ലിലൂടെയൊക്കെ നടന്ന കുറെ അട്ടയൊക്കെ ഉണ്ടാകും. ബട്ട് സ്റ്റിൽ പ്രായമുള്ളവരും 18 വയസ്സുള്ള മാമിയുമുണ്ട്. ആ മാമീനൊന്ന് കാണട്ടെ. ഇങ്ങോട്ട് നോക്ക് ആന്റി. എല്ലാരും ഇവിടെ എല്ലാരും വരണ്ടേ? ഇവിടെ എല്ലാവരും വരണം. എല്ലാവരും വരും വേണം. സ്റ്റാമിന ഉള്ളവർ കേറും വേണം. പിന്നെ അല്ല പിന്നെ അല്ല സ്റ്റാമിന ഉണ്ടെന്ന് അറിയാലോ. അപ്പഴേ നമുക്ക് സ്റ്റാമിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. മുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ അത്ര എളുപ്പമായിരുന്നില്ല താഴേക്ക് ഇറങ്ങാന്. എത്തിപ്പെടാനാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ പാറക്കെട്ടുന്നെല്ലാം പെട്ടെന്ന് ഇറങ്ങുമ്പോൾ അതും മഴ കാരണം നല്ല വഴുക്കലൊക്കെ ഉണ്ട്. സോ എല്ലാരും സൂക്ഷിച്ചു പോണം ഇവിടെ വരുന്നവര്. ഞങ്ങളെ ഗൈഡ് ചേട്ടന്റെ പേര് പറ. സുബിൻ. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളോടുള്ള എക്സ്പീരിയൻസ്? പൊളിയല്ലേ? നമ്മൾ വരുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കൂടെ കണ്ടു. അവിടെ നിന്ന് എല്ലാരും അടിച്ചു പൊളിച്ചു. പിന്നെ തിരിച്ച് നമ്മൾ റൂമിലെത്തി ഫ്രഷ് ആയി ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് എന്താ പറയണ്ടേ, മുട്ട ഉണ്ടല്ലോ, നല്ല മുട്ടയാണ്. ഫുഡ് എങ്ങനെ? സൂപ്പർ. എന്തൊക്കെയാന്ന് കാണിച്ചത് ഗൈസ്. ഇത് നമ്മുടെ ചിക്കന്റെ സ്റ്റ്യൂ ആണ്. പിന്നെ കടലക്കറി ഉണ്ട്, എഗ് ഉണ്ട്, പിന്നെ ബനാന, ബ്രെഡ്, ഇതില് അപ്പവും ഇടിയപ്പവും ഉണ്ട്. പിന്നെ നമുക്ക് ചായ, ഫ്രൂട്ട്സ്, ബ്രെഡിന് വേണമെങ്കിൽ ജാമ്, പിന്നെ കോഫി, ഇത് പിന്നെ നമ്മളെ വാട്ടർമെലൺ ജ്യൂസ്, ഓവറോ 2 ദിവസത്തെ എക്സ്പീരിയൻസ്. 2 ദിവസം ഇന്നലെ ഉച്ചയ്ക്ക് വന്നു. ഉച്ചയ്ക്ക് എത്തി ഞങ്ങൾ. അപ്പം ഇന്നൊരു 2:30 ആകുമ്പോൾ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യും. അപ്പം ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര
ഇഷ്ടപ്പെട്ടു. നല്ല ക്ലൈമറ്റും അതുപോലെ തന്നെ നല്ലൊരു റിസോർട്ടും പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ സ്പോർട്സും ഉണ്ട്. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ എവറിത്തിങ് ഹിയർ. സോ എല്ലാവർക്കും എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലഞ്ചിന് മുന്നേ ഞങ്ങൾ കുറച്ച് ഗെയിംസ് എല്ലാം കളിച്ചു. വിശന്ന് പറഞ്ഞ് നമ്മളെത്തിയത് സിംഹത്തിൻ്റെ മടയിൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ വനിതാ ഹോട്ടൽ, നിലമ്പൂരുള്ള വനിതാ ഹോട്ടലിലേക്ക് ഒരു ഊണ് കഴിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. നമ്മൾ എത്തിയിരിക്കുന്നത് മലപ്പുറത്ത് നിലമ്പൂർ എന്ന സ്ഥലത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം കാണാനാണ്, ആഢ്യംപാറ വാട്ടർഫാൾസ്. സോ ടിക്കറ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് കൗണ്ടർ നേരെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പവർ ഹൗസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലേ സോൺ ഉണ്ട് പിള്ളേർക്കാണെങ്കിൽ. സോ നമ്മൾ ആദ്യം പോകുന്നത് പവർ ഹൗസ് കാണാനാണ്. ഇതാണ് നമ്മുടെ പവർ ഹൗസിലേക്കുള്ള എൻട്രൻസ്. ഇതാണ് നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. നമുക്ക് പുറമേ നിന്നുള്ള കാഴ്ചകളെ കാണാൻ പറ്റുള്ളൂ, ഉള്ളിലേക്ക് നമുക്ക് അലൗഡ് അല്ല. സോ കുറേ മെഷീൻസ് എല്ലാം കാണാം നമുക്കിവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന. കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള വെള്ളം നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അവിടെ ഒരു ഇരുമ്പിൻ്റെ പൈപ്പുണ്ട്, അതിലൂടെയാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം വരുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാണ് എങ്ങനെയാണ് വെള്ളം വരുന്നതെന്ന്. ഇതാണ് ആഢ്യംപാറ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്. പിന്നെ നമ്മളിതാ എത്തിയത് ആഢ്യംപാറ വെള്ളച്ചാട്ടം കാണാനാണ്. സോ ഇതെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുണ്ടായിരുന്ന സമയത്ത് തന്നെ തിരക്കുണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ അവിടെ കാണാം. പിന്നെ ഒന്നും നോക്കിയില്ല, ടിക്കറ്റ് എടുത്തു. നേരെ ആഢ്യംപാറ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവുകയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള പോലെ തന്നെ ഈ വാട്ടർഫോൾസ് കുറച്ച് ഡേഞ്ചറസ് ആണ്. ഈ വാട്ടർഫോൾസിൽ ഇതുവരെ 22 പേര് മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടിയൊഴുക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക. പിള്ളേരൊക്കെ ആയിട്ട് വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഫർസ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. നമ്മൾ കോഴിക്കോട് മലാപ്പറമ്പ് IV വൈന എന്നുള്ള റെസ്റ്റോറൻറ്റിലെത്തി. കഴിക്കേണ്ടവരൊക്കെ കഴിച്ചു, പാർസൽ വാങ്ങേണ്ടവരൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ ഓരോ ഫാമിലിയിൽ നമ്മൾ ഓരോ സ്ഥലത്ത് അവരുടെ വീടിനടുത്ത് ഇറക്കുകയാണ്. അതിനുശേഷം അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കുഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ? സൂപ്പറാ പറ, ഫ്രണ്ട്സിനോട് പറ. സൂപ്പറാ പറ. സൂപ്പറാ. സ്വിമ്മിംഗ് പൂൾ എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞുന്? സൂപ്പറാ. ബായ് പറ. ഹായ് അല്ലേ? ബായ്.